വാസിയായിട്ടാണ് കൂടുതൽ പിണക്കമുണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് പറയുകയാ, ഓ സ്വഹബ അക്രിം ജാറക, നിന്റെ അയൽവാസിയെ നീ റെസ്പെക്ട് ചെയ്യണേ, നിന്റെ അയൽവാസിയെ നീ ആദരിക്കണേ. അയൽവാസി വലൗ കാന കാഫിറാ, നിന്റെ സഹോദര മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവന്റെ മതം നോക്കിയല്ല നീ ബഹുമാനിക്കേണ്ടത്, അവന്റെ മതം നോക്കിയല്ല നീ അവനെ ആദരിക്കേണ്ടത്. അയൽവാസിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവനാണ് എന്റെ മതത്തിൽപ്പെട്ടവനെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഒരു ദിവസം അതാ മദീനയിലൂടെ ഒരു മയ്യത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുകയാണ്. ആ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ അതങ്ങ് കണ്ടപ്പോ നബിതങ്ങള് ഖാമ റസൂലുള്ളാഹ്, നബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ മയ്യത്തങ്ങ് കടന്നു പോയപ്പോ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്ത് നബിതങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ്, അവിടുന്ന് ഇപ്പൊ എഴുന്നേറ്റ് നിന്നില്ലയോ? ആ ഡെഡ് ബോഡി കണ്ടപ്പോ അവിടുന്ന് എഴുന്നേറ്റ് നിന്നില്ലയോ? അതൊരു മുസ്ലിമിന്റെ ബോഡിയല്ല നബിയേ, അതൊരു മുസ്ലിമിന്റെ ബോഡിയല്ല. ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യന്റെ ബോഡി കൊണ്ടുപോകുമ്പോ എന്തിനാ നബിയെ അവിടുന്ന് എഴുന്നേറ്റ് നിന്നത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മതത്തെ കുറിച്ചാണോ മോശമായി ചിത്രീകരിക്കുന്നത്? ഈ മതത്തെയാണോ തീവ്രവാദത്തിന്റെ മതമെന്ന് പറയുന്നത്? ഈ മതത്തെയാണോ ഭീകരവാദത്തിന്റെ മതമെന്ന് പറയുന്നത്? ഈ മതത്തെയാണോ കൊലപാതകത്തിന്റെ മതമെന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് തിരിച്ചു ചോദിക്കുകയാണ്, അല്ലോ സ്വഹാബ, നിങ്ങളുടെ ചോദ്യത്തിന് ഇസ്ലാമിന് പ്രസക്തിയില്ല. ഒരു മുസ്ലിമിനെ കാണുമ്പോഴാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്ന് നിങ്ങളുടെ ആശയത്തിന് ഇസ്ലാമിന് പ്രസക്തിയില്ല. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികത അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അതൊരു മനുഷ്യരല്ലയോ, ഒരു മനുഷ്യരല്ലയോ സ്വഹാബ? ഞാൻ എഴുന്നേറ്റ് നിന്നതൊരു മനുഷ്യനാണെന്ന നിലക്കാണ്. മനുഷ്യരെ ബഹുമാനിക്കണമെന്ന പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ്. അതാ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കലതാ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരികയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരികയാണ്. ആയിഷ ബീവിയോട് അസ്മാ ബീവി സംശയം ചോദിക്കുകയാണ്, ആയിഷ, റസൂലുള്ളാഹിനോട് എന്റെ ഈ സംശയം ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് മറുപടി തരുമോ ആയിഷ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മുൻഗാമിയായ സ്വർഗത്തിന് നിങ്ങളുടെ നേതൃത്വമായ പ്രിയപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ പഠിപ്പിച്ച ആശയം നിങ്ങൾക്ക് കേൾക്കേണ്ടതില്ലോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ മജ്‌ലിസിലെത്തിയ ഉമ്മമാരെ, അയൽവാസികളോട് നമുക്ക് പിണക്കം പാടില്ല. അയൽവാസികളോട് നമുക്കൊരു നിലക്കും വിദ്വേഷം പാടില്ല. അവരോട് സ്നേഹത്തിലേ കഴിയാവോ, അവരെ ബഹുമാനിച്ചേ മതിയാവോ. ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, അസ്മാ ബീവി ചോദിക്കുകയാണ്, ആയിഷ, റസൂലുള്ളാഹിനോടൊന്ന് ചോദിക്കണേ, എന്റെ പ്രിയപ്പെട്ട മാതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല ആയിഷ. ആ പ്രിയപ്പെട്ട മാതാവിന്, ആ മുസ്ലിമായ എന്റെ മാതാവിന് ഞാൻ എന്തെങ്കിലും ഗുണം ചെയ്യുന്നതിന് ഇസ്ലാമില് വിരോധമുണ്ടോ? എന്റെ മാതാവിനോട് സഹായം തേടുന്നുണ്ട്, എന്നാൽ എന്റെ മാതാവ് അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കാത്തവരാ, നബിതങ്ങളെ കുറിച്ച് വിശ്വസിക്കാത്തവരാണ്. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ഇസ്ലാമിൽ അതിന് തെറ്റുണ്ടോ?
ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, അസ്മ ഒരു സംശയവുമായി വന്നിട്ടുണ്ട്. അസ്മയുടെ മാതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അസ്മയുടെ മാതാവിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്നതിന്, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതിന് ഇസ്ലാമിന് തടസ്സമുണ്ടോ യാ റസൂലല്ലാഹ്? അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി മുഖേന നബി തങ്ങളോട് ചോദിച്ചപ്പോ അന്ന് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മറുപടി കണ്ടു. ആയിഷ ആയിഷ സിലി ഉമ്മക്കി, അസ്മയോട് പറയണം മാതാവിന് ഗുണം ചെയ്യാൻ, അസ്മയോട് പറയണേ ആയിഷ. മതത്തിന്റെ പേരിൽ അകറ്റി നിർത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് വേണം. അവൻ ഇന്ന ആശയക്കാരനാണ് അല്ലെങ്കിൽ ഇന്ന സംഘടനക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ആരെയും അകറ്റി നിർത്താൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സാ നിങ്ങൾക്കുണ്ടോ? അപ്പോഴേ നിങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. ഹബീബായ റസൂലുള്ളാഹ്